ഹലോ ഗായ്സ്, വീണ്ടും ഒരു തട്ടുപൊളിപ്പൻ വീഡിയോയുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ആരും സ്കിപ്പ് ചെയ്തു പോകരുത്. അത്രയും വളരെ സൂപ്പർ ആയിട്ടുള്ള, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല പല കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ആദ്യം തന്നെ ഈ കാർ ഓടിച്ചിട്ട് ഞാൻ എവിടെയാ പോകുന്നത് എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഞാനൊരു പ്രോ ഡ്രൈവർ ആണെന്നുള്ള കാര്യമാണ് ഞാൻ ആദ്യമായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കാറ് കയ്യിൽ കിട്ടിയ പിന്നെ ഞാൻ അർമാദമാണ്. അങ്ങനെ ഞങ്ങള് കാർ ഓടിച്ച് പതുക്കെ പതുക്കെ നീങ്ങുകയാണ്. ഗിയർ മാറ്റാൻ ആരും മറക്കരുത്. ഗിയർ മാറ്റുന്നതൊക്കെ അതിൻ്റെതായ ഒരു നാക്കുണ്ട്. ഗിയറെല്ലാം മാറ്റി മാറ്റി ഇത് എവിടെയാ പോകുന്നത് ഞാൻ പറയാൻ മറന്നുപോയി. സോറി. നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ നമ്മൾ എവിടെയാണ് പോകുന്നത് ഞാൻ തന്നെ പറഞ്ഞു. ഞങ്ങൾ പോകാൻ പോകുന്നത് ഒരു നല്ല ബ്യൂട്ടിഫുൾ സീനറിയുള്ള നല്ല അടിപൊളി സംഭവമായിട്ടുള്ള ഒരു ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ബീച്ച് എത്താറായിരിക്കുന്നു. ഇത് സ്ഥലം എവിടെയാണെന്ന് വെച്ചാല് എന്റെ ഹസ്ബൻഡിന്റെ വീട് തടിയൻകോവിലാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതാ നടന്നു പോകുന്നു പറയുമ്പോ തന്നെ വന്ന് അങ്ങേരുടെ വീട്ടിൽ പോയപ്പോ നമുക്ക് എല്ലാവർക്കും, ഈ പിള്ളേര് കുറെ എണ്ണം ഉണ്ടല്ലോ, എല്ലായിടത്തിനും കെട്ടിപ്പൊറുക്കി അങ്ങ് ബീച്ചിലോട്ട് വിട്ടാലോ നോക്കി. എവിടെയാ ബീച്ച് ഉള്ളത്? അപ്പൊ പറഞ്ഞ ഒരു ബീച്ച് ഉണ്ട്, പുളിമൂട്ടിലോ അങ്ങനെ എന്തോ ആണ് പേര്, പുളിമൂട്ടിൽ ബീച്ച്. അവിടെ പോകാന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാരും കൂടി കാർ എടുത്തിട്ട് ഇറങ്ങി. കാറിൽ കൊള്ളാവുന്നതിന്റെ മാക്സിമം പിള്ളേരെയും തട്ടിക്കേറ്റിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ബീച്ചിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത്, ബീച്ച് എത്തണമെങ്കിൽ നടന്ന് അരമണിക്കൂർ നടക്കണം. അങ്ങടാ ഇപ്പോഴൊന്നും നമുക്ക് ബീച്ചിൽ എത്താൻ പറ്റില്ല. കുറേ സമയം പിള്ളേരുടെയൊക്കെ കയ്യും പിടിച്ച് നടക്കണം. ഞാൻ പിള്ളേരെയൊക്കെ ഒഴിവാക്കി അതിന് പകരം ഫോണും കയ്യിലെടുത്ത് അങ്ങ് നടക്കാൻ തുടങ്ങി. കുറെ വീഡിയോ എടുത്തോണ്ട്. ആഹാ, എന്ത് രസം, എന്താ കാറ്റ്. നല്ല വെയിൽ കൊണ്ട് ഈ സൂര്യൻ ചേട്ടൻ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിലും കാറ്റ് നമ്മളെ തഴുകി തലോടുന്നുണ്ടായിരുന്നു. വാക്കുകൾ കിട്ടുന്നില്ല മക്കളെ, വാക്കുകൾ കിട്ടുന്നില്ല. അപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നീല ചുരിദാറിട്ട ആളാണ് ഞാൻ. ഇതെങ്ങനെയാന്ന് എടുത്തത്? ചേട്ടന് ഫോണ് കൊടുത്തെന്നാണ് തോന്നുന്നത്. എഫക്സിടെ രണ്ടാളെ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, രണ്ടെണ്ണം അനങ്ങുന്നില്ല. എന്നിട്ട് അങ്ങനെ നമ്മള് ഈ പിങ്ക് ചുരിദാറിട്ട ആളാണ് എന്റെ ചേട്ടത്തിയമ്മ, ഹസ്ബൻഡിന്റെ ചേട്ടന്റെ ഭാര്യ. അയ്യോ പാവ സുസുക്കിക്ക് പാറക്കല്ലുകളിലൂടെ നടക്കാൻ കഴിയുന്നില്ല ഗൈസ്. നോക്ക് കുഴിയിലോട്ട് വീണു പോകുന്നു പാവം. അയ്യോ, നമ്മളെ സാത്വികിന്റെ ചെരുപ്പാണെങ്കിൽ കുഴിയിൽ പെട്ടുപോയി. പിന്നെ ചെരുപ്പില്ലാതെ തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഈ വീഡിയോ നല്ല സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ കണ്ട ഓടി വരുന്നുണ്ട് ചെക്കൻ. ആർക്കും നടന്നു പോകാൻ പറ്റുന്നില്ല. നിറയെ പാറക്കല്ലുകളും അതിന്റെ ഇടയിൽ കുറെ ഹോളും. ആ ഹോളിന്റെ ഉള്ളിൽ അങ്ങനെ കാല് പോയാൽ മറ്റേ സിനിമയില്ലേ, ഏതാ സിനിമ, മഞ്ഞുമൽ ബോയ്സിൽ ടെറർ, അതിന്റെ അവസ്ഥയായി പോയേനെ നമുക്ക്. ബീച്ചിലെത്തിയപ്പോ പിന്നെ എനിക്ക് എന്റെ ദൈവമേ, ആദ്യമായിട്ട് ബീച്ച് കണ്ട അവസ്ഥ. അയ്യോ ഓടിക്കോ. ഞാൻ ഈ പിള്ളേരെയും വെച്ചിട്ട് കുറേ വീഡിയോ ഐഡിയാസ് ഞാൻ പിള്ളേരോട് പറഞ്ഞതാ. ഞാൻ 1 2 3 പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഓടും, പിന്നെ നിങ്ങൾ എല്ലാരും പിന്നാലെ ഓടണം എന്ന് പറഞ്ഞ് സെറ്റാക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. പിള്ളേർക്ക് പിന്നെ ബീച്ചിൽ കണ്ടാ പിന്നെ നമ്മളെയൊന്നും പറ്റൂലല്ലോ. താഴെയുള്ള എന്തെല്ലോ സാധനങ്ങളൊക്കെ പെറുക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് എന്റെ വീഡിയോ ആണ് എടുത്ത്, അത് കഴിഞ്ഞിട്ട് മാത്രമേ കളിക്കാൻ വിടുന്ന പറഞ്ഞിട്ട് പിള്ളേരെ പിടിച്ചിട്ട് ഞാൻ വീഡിയോന്റെ ബാക്കിലാക്കി. എന്നിട്ട് ഞാൻ ഓടാൻ തുടങ്ങി. പക്ഷെ അവിടെ മൊത്തം നിരാശയാണ് ഉണ്ടായത്. അവരെന്നെ പറ്റിച്ച് പ്രാങ്ക് ചെയ്ത്, അവരാരും ഓടിയില്ല പിന്നാലെ. അവസാനം തിരിഞ്ഞു നോക്കിയപ്പോ എല്ലാം കൂടി ഓടി ദേ വരുന്നു. ഓടി അങ്ങോട്ട് പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ പിള്ളേരെ ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. അമ്മാതിരി സീനായിരുന്നു അവിടെ ബാക്കി സംഭവിച്ചത്. പിന്നെ ലാസ്റ്റ് സുസൂക്കിക്ക് ഡ്രസ്സൊന്നും ഉണ്ടായിട്ടില്ല, മൊത്തം നനഞ്ഞ് കുളിച്ച്. എനിക്ക് പിന്നെ ചളിയാകാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഓടി കുറെ വീഡിയോസ് അങ്ങ് എടുത്ത്. ബീച്ചിൽ പോയപ്പോ അവിടെ നിറയെ കുഞ്ഞു കുഞ്ഞു ഞണ്ടുകൾ ഉണ്ടായിരുന്നേ. എന്നാ ഈ ഷെല്ലിന് എന്താ പറയാ, കക്കയോ, ഷെല്ല്. അപ്പൊ ആ ഷെല്ല് പിള്ളേര് പെറുക്കി എടുക്കുന്നുണ്ട്. കണ്ട, സുസൂക്കിനെ ഏൽപ്പിക്കാൻ ചേട്ടത്തിയമ്മ ഉള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. ചേട്ടത്തിയമ്മ സുസൂക്കിന്റെ കാര്യം നോക്കിക്കോളും. ഞാൻ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ ഈ അജുവാടിന് എന്തിനാ ഡാൻസ് കളിച്ചുകൊണ്ട് ഓടിയതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല.
ഞാനൊന്നും വിട്ടിട്ടില്ല. പിള്ളേര് പിന്നെ നമ്മള് പണ്ട് ചെറുപ്പത്തില് ബീച്ചിൽ പോയാല് മണ്ണൊക്കെ വാരി കളിക്കുന്നൊരു പരിപാടിയില്ലേ, ഹാ എന്ത് രസം. പൂഴിയെല്ലാം ഇങ്ങനെ വാരി വീടൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു പിള്ളേര്. നീ ഇങ്ങനെ അവിടെ ഇരുന്ന് ചിരിച്ചോ. എന്നിട്ട് പിള്ളേരിങ്ങനെ പൂഴിയെല്ലാം വാരി എന്തൊക്കെയോ കളിച്ച് വായിന്റെ ഉള്ളിലൊക്കെ പൂഴിയായി എന്നൊക്കെ പറയുന്നുണ്ട്. ദൈവമേ, എന്ത് പറയാനാ. ഈ ചേട്ടൻ എവിടേക്കാ പോകുന്നത്? വല്ല പ്രണയ നൈരാശ്യം മറ്റോ ആണോ ആവോ. അയ്യോ, സുസുക്കിന്റെ കാര്യമൊന്നും പറയണ്ട. എന്താ തനുവിന്റെ മേത്തൊക്കെ വെള്ളവും. അതാ സാധികന്റെ തലയിൽ മണ്ണാക്കി തോന്നി ഇപ്പെണ്ണ്. ഇതേ എവിടേക്കോ ഓടിപ്പോകുന്നുണ്ട്. പിന്നെ നമ്മളൊരു പുതിയ റീലെടുത്ത് നമ്മളെല്ലാരും കൂടി ഓടി വരുന്നു. അജുവേട്ടൻ വന്നിട്ട് എന്നെ പൊക്കിയെടുക്കുന്നു. ഹാ, എല്ലാരും ചമ്മി അവിടുന്ന് കടന്ന് കരയും സുസുക്കി എന്നാ വിചാരിച്ചത്. പക്ഷെ ആരും നമ്മളെ മൈൻഡ് ആക്കിയില്ല. അത് ഭയങ്കര സങ്കടം ഉണ്ടാക്കിയത് എനിക്ക് മാത്രമാണ്. പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോ പിച്ചക്കൻ നമ്മൾ ചുറ്റിലും ഓടി ഓടി കളിക്കുന്നു. അങ്ങനെ നമ്മളൊരു 1, 2, 3 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നല്ല രസമായിരുന്നു ബീച്ചിൽ ഇങ്ങനെ വൈകുന്നേരം പോയിരിക്കാനും. പിന്നെ അധികം മിസ്റ്റർ അജിത്ത്. പിന്നെ സുസുക്കിന്റെ ഡ്രസ്സാണ് നിങ്ങൾ ഈ കാണുന്നത്. സുസുക്കിക്ക് പിന്നെ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. അത് മൊത്തം നനഞ്ഞ് ഞാൻ ഉണക്കാൻ വേണ്ടി കയ്യിൽ കിടന്ന് ബാക്കുന്നതാ മറ്റേ എന്താണ് അതാ ഇതെല്ലാം പോന്നാ. ഞാൻ അജുവേട്ടനും കൂടി റൊമാൻറ്റിക് വീഡിയോസ് എടുക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ അതിന്റെ അവസാനം സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ ഇപ്പൊ കണ്ടോ. ഈ ചേട്ടൻ എന്നെ വല്ലാണ്ട് പറ്റിച്ചു. ഇങ്ങനെയൊക്കെ ഒരു ഭാര്യ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. നിങ്ങൾ തന്നെ വറക്കണ്ട എന്നെ ഉന്തിയിട്ട്. ഇനി മേലിൽ ഇയാളുമായിട്ട് ഞാൻ യാതൊരു ബന്ധവും ഇല്ല. ബന്ധം തന്നെ ഒഴിവാക്കി ഞാൻ. അതിന്റെ ഇടയിൽ ഞാൻ കുറെ ഡാൻസും കളിച്ചു. ഈ ഡാൻസൊക്കെ ഈ വീഡിയോന്റെ ഉള്ളിൽ കുത്തിക്കയറ്റിയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറെ സമയം അവിടെ ഇരുന്ന് കളിച്ച് പിള്ളേരൊക്കെ ഒരു വിധത്തിലായി എന്ന് മനസ്സിലായി. സന്ധ്യയായി, വെളിച്ചം പോയി, ഇനി വീഡിയോ കിട്ടൂല എന്ന് മനസ്സിലായപ്പോ ഞങ്ങൾ മെല്ലെ സ്കൂട്ടായി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ നടന്ന് കുറെ നടന്നപ്പോ അവിടെ ഒരു വലിയ പാറക്കല്ലുണ്ടായിരുന്നു. ആ പാറക്കല്ലിന്റെ മേലെ പോയിട്ട് ഇരുന്നു ഒരു 10 മിനിറ്റ്, ബാക്കിയുള്ളവർ നടന്ന് വരുന്നത് വരെ. സന്ധ്യയായി. എത്ര മണിയായിട്ടുണ്ടാവും? 7:30 ആയി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ ഞങ്ങൾ വീണ്ടും കാറിൽ കയറി. വിശന്നിരുന്നു. കാരണം ഈ ബീച്ചിൽ തിന്നാനൊന്നും ഉണ്ടായില്ല. സാധാരണ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലാ പോയിരുന്നെങ്കിൽ തിന്നാൻ നിറയെ സാധനം ഉണ്ടാവുമായിരുന്നു. ഇത് ഞങ്ങള് ആളുകളില്ലാത്ത സ്ഥലം തിരഞ്ഞു പോയത് കൊണ്ട് ഒന്നും തിന്നാൻ ഉണ്ടായിട്ടില്ല. കാറിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ കുറെ ഉണക്കപ്പഴവും പഴം കുത്തിപ്പിറക്കി തിന്നു. എന്നിട്ടും വിശപ്പ് മാറാഞ്ഞതുകൊണ്ട് അജുവേട്ടനോട് പറഞ്ഞു, ഏതെങ്കിലും ബേക്കറിയുടെ മുന്നിൽ ഒന്ന് നിർത്തൂ. അങ്ങനെ ബേക്കറിയിൽ പോയപ്പോ രാത്രി 8 മണിയാകുമ്പോ പിന്നെ ബേക്കറിയിൽ എന്തുണ്ടാവാനാ? ഭാഗ്യത്തിന് 2 ചിക്കൻ പപ്സ് കിട്ടി. ഒന്ന് ഞാനും ഒന്ന് ചേച്ചിക്കും കൊടുത്ത് പിള്ളേർക്ക് ഒരു ലേസ് മേടിച്ചു കൊടുത്ത് പറ്റിച്ചു. ചേട്ടൻ നമ്മൾ കാണാണ്ട് ആ ബേക്കറിന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഐസ് തിന്നു. വെറും തട്ടിപ്പ്. ഡാർക്ക് സീന മക്കളെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മള് നാട്ടിൽ വന്ന ആ സമയത്ത് ബീച്ചിൽ പോയ വീഡിയോ ആണിത്. അപ്പൊ ഇനി ആരെങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണേ. ബൈ.